ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമി ഇന്നലെ നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്പെയിൻ 2010 എന്ന പേരിലാണ് ആ പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മുടെ സ്പെയിൻ്റെ 2010 വേൾഡ് കപ്പ് വിന്നേഴ്സ് ഉണ്ടല്ലോ, സോ അവരുടെയൊക്കെ കൂടി ഒരു പാക്കാണ്. സോ അതിൽ നമ്മുടെ ബിഗ് ടൈം ഇനിയസ്റ്റ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പിക് പിക്കെ, എപ്പിക് ഡേവിഡ് വില്ലെ എന്നീ പ്ലേയേഴ്സ് അതിലുണ്ട് കേട്ടോ. സോ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ഏറ്റവും കിടിലൻ കാർഡായ ബിഗ് ടൈം ഇനിയസ്റ്റയുടെ ഒരു പ്ലെയർ റിവ്യൂത്ത് ഗെയിം പ്ലേ ചെയ്യലാണ്. സോ എന്തായാലും ഇതിൽ ഇനിയസ്റ്റ വന്നിരിക്കുന്നത് ഇപ്പോൾ ഹോൾ പ്ലെയർ കാർഡായിട്ടാട്ടോ. സോ ഇത് കിടില സ്കിൽസ് മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ട്. മൂവ്മെൻറ്റ്, ഡ്രിബിളിംഗ് പ്ലസ് ഫിനോൽ ഫിനിഷിംഗ് ആണ്. അറിയാലോ, ആ ലാസ്റ്റ് എക്സ്ട്രാ ടൈമിൽ നെതർലാൻഡ്സിനെതിരെ 2010 വേൾഡ് കപ്പ് ഫൈനലിൽ അടിച്ച ഗോള്. സോ ഒരു ആക്രോബാറ്റിക് ഫിനിഷിംഗ് ആയിരുന്നു. സോ എന്തായാലും ആളുടെ ആ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. എന്തായാലും അന്ന് കപ്പടിച്ചത് സ്പെയിനാണ്. ഇക്കൊല്ലം നമ്മുടെ സ്പെയിൻ ഇതാ വേൾഡ് കപ്പ് ഫൈനലിൽ കയറിയിട്ട് എതിരാളികൾ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജൻറ്റീനയാണ്. എന്തായാലും വേൾഡ് കപ്പ് ഫൈനലിൽ ആരായിരിക്കും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. എന്തായാലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആളുടെ റിവ്യൂ ആയിട്ടാണ്. സോ ആളുടെ ബെസ്റ്റ് പ്ലെയർ പോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് 5 ഷൂട്ടിങ്, 6 പാസിങ്, 8 ഡ്രിബിളിങ്, 8 ഡിസ്ചാർജ്, 12 ലോ ബോൾ സ്ട്രെങ്ത് കേട്ടോ. സോ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് മൂപ്പർക്ക് വരുന്നുണ്ട്. സോ മൂപ്പര് വന്നിരിക്കുന്നത് 26 വയസ്സുള്ള ഇനിയസ്റ്റയാണ്. അതുപോലെ തന്നെ 171 ഹൈറ്റ്, റൈറ്റ് ഫുട്ടർ കേട്ടോ. സോ ഓൾ പ്ലെയർ കാർഡാണ്. ആളുടെ പ്ലേ സ്റ്റൈൽസ് ഒക്കെയാണ് ട്രിക്കസ്റ്റർ, മാസിങ് റണ്ണ്, ഇൻവെസി റണ്ണ് എന്നിവയാണ്. സോ റേറ്റിംഗ് 107 വരുന്നത്, 108 കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ അറ്റാക്കിങ് അവയർനെസ് 88 ഉണ്ട്, ബോൾ കൺട്രോൾ 97, ഡ്രിബിളിങ് 94, ടൈറ്റ് പൊസിഷൻ 96. സോ അത്യാവശ്യം കുഴപ്പമില്ല. കിഡിലിനായിട്ട് തന്നെ നമ്മുടെ ഡ്രിബിളിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂവ്മെൻറ്റ് ഡ്രിബിളിങ് പറഞ്ഞാൽ സ്കില്ലും വരുന്നുണ്ട്. ഓട്ടോ കൊടുക്കുകയാണെങ്കിൽ ഇതിനായിട്ട് കൂടി കിട്ടുകയൊക്കെ കിട്ടോ. ഇനിയിപ്പോൾ ലോ പാസ് നോക്കുകയാണെങ്കിൽ 95 ആണ്, ലോഫ്റ്റ് പാസ് 91. സോ ഇനിയസ്റ്റ അറിയാലോ മിഡ്ഫീൽഡ് മാസ്റ്ററാണ്, പക്ഷേ ഇതിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, വിങ്ങറാണ് ഒന്നുകൂടി. പിന്നെ ഫിനിഷിങ് 88 ഉണ്ട്, കുഴപ്പമില്ല. കേള് 84, സ്പീഡ് 90, ആക്സലേഷൻ 92, കിക്കുമ്പോൾ 94, അതൊക്കെ സെറ്റ് തന്നെയാണ്. പിന്നെ ബാലൻസ് 91, സ്റ്റാമിന 91. സോ ഫുൾ ടൈമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ കളിപ്പിക്കാൻ പറ്റിയൊരു കിട്ടില്ല കാർഡാട്ടോ ഇത്. ആളുടെ ഇത് ബൂസ്റ്റർ കൊടുത്തിട്ട് ഞാൻ സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് ആണ്, അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ വല്ല സ്പീഡ് വിട്ടിട്ടുണ്ടെങ്കിൽ എജിലിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി നമുക്ക്. സോ ഇനിയുള്ള സ്കിൽസൊക്കെ ഡബിൾ ടച്ച് ഉണ്ട്, കട്ട് ബിഹൈൻഡ് ഉണ്ട്, സോൾ കൺട്രോൾ ഉണ്ട്, മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്, ഫിനോൽ ഫിനിഷിംഗ് ഉണ്ട്, 1 ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, ഔട്ട് സർക്കുലർ ഉണ്ട്, 5 സ്പിരിറ്റ് ഉണ്ട്. സോ അത്യാവശ്യം വേണ്ട എല്ലാ സ്കില്ലും ഉണ്ട്. ഇതിന് ലോങ് റേഞ്ച് ഷൂട്ടിങ്, ലോങ് റേഞ്ച് കേളർ കൊടുക്കുക, പിന്നെ ഒരു മാർസ് റിട്ടേൺ കൊടുത്തോ മസ്റ്റായിട്ട്. പിന്നെ വേണമെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്കില്ല് കൊടുത്തോ, റേസിംഗ് ഷോട്ട് എന്തെങ്കിലുമൊക്കെ. ഓക്കെ, അത്ര കൊടുത്താൽ മതി, സെറ്റ് ആയിരിക്കും. ഇതിലെപ്പോൾ ഫ്ലിപ്പ് ഫ്ലാപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇത് നമ്മുടെ സബ്സ്ക്രൈബറിനെ ആഡ് ചെയ്താട്ടോ. അപ്പോൾ റോൾ ഓവർ പോലെ സാധനം കിട്ടും ഡബിൾ ടച്ച് ഇടുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് കളിപ്പിക്കാൻ പോണത് ഈ ഇനിയസ്റ്റേനാണ്. സോ നോക്കി നോക്കാം നമുക്ക് ഈ ഇനിയസ്റ്റേനെ വെച്ചിട്ട് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗെയിം പ്ലേക്ക് പോവാം. ഡാനി ഓൾമോ ആൻഡ് എംബാപ്പേ, അയ്യാളിയ മെസ്സി. ഓക്കെ, നമ്മളെടുത്തിട്ടുണ്ട് ഇനിയസ്റ്റ, സിൽവസ്റ്റർ, റൊണാൾഡോ. ഇനിയസ്റ്റ എടുത്തുകോ. ഓക്കെ, ഇനിയസ്റ്റ എടുത്തിട്ട് ടേൺ വരാം. നൈസ് വൺ. ഇനിയസ്റ്റ എടാ ലാഗ് ഉണ്ടല്ലോ ചെറുതായിട്ട്. ഇനിയസ്റ്റ നൈസ് ഡ്രിബിളിങ്. എടാ മൂവ്മെൻറ്റ് ഡ്രിബിളിങ് ഉണ്ട്. അയ്യേ പോയി. ഓക്കെ, ഇനിയസ്റ്റ എടുത്തിട്ടുണ്ട്. ഓക്കെ, കേൾ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമിന് ഇനിയസ്റ്റ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓൻ്റെ ഒരു മിസ് പാസ് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇന്റർസെപ്റ്റ് ചെയ്ത് കിടിലൊരു കേളും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഗോൾ എന്തായാലും ഇനിയസ്റ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ. സിൽവസ്റ്റർ ആൻഡ് റൊണാൾഡോ, പാസ് ടു ബാറ്റി ടു ഇനിയസ്റ്റ, റോൾ ഓവർ, നൈസ് വൺ. ഇനിയസ്റ്റ നൈസ് ഡബിൾ ടച്ച്. ഇനിയസ്റ്റ അടുപ്പിച്ച് നോക്കാം. ഇനിയസ്റ്റ ചേടാ ബ്ലിറ്റ്സ് കേൾ കൊടുക്കാൻ പോലത്തെ കേൾ കൊടുത്താ. ആൻഡ് ഇറ്റ് സാബി. ഇനിയസ്റ്റ നൈസ് ഡ്രിബിളിങ്, ഡബിൾ ടച്ച്, നൈസ് വൺ. ഇനിയസ്റ്റ ഒരു ഡബിൾ ടച്ച് കൂടി ഇടാം. അത് വേറെ എന്തോ സാധനം വന്ന്. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. എടാ എന്താ ടാക്കിളിടാ. ഓക്കെ, എടുത്തിട്ടുണ്ട്. അലൻസോ ആൻഡ് റൈക്കാർഡ് ടു ഇനിയസ്റ്റ, സെൽവസ്റ്റർ ത്രൂ ബോൾ ടു ഇനിയസ്റ്റ. ഓക്കെ, റോൾ ഓവർ കൊടുക്കാം. നൈസ് വൺ കേൾ. ഓക്കെ, എടാ വീണ്ടും ഗോൾ അടിച്ചിട്ട് ഇനിയസ്റ്റ. രണ്ടാമത്തെ ഗോളാണ് ഈ കളിയത്തെ. കിടിലൻ ഗോളായിട്ടോ അത്, കിടിലൻ റണ്ണായിരുന്നു. ആൻഡ് എ ബ്യൂട്ടിഫുൾ ഫിനിഷ്. കോർണറിൽ കൂടെ ഗോൾ അടിക്കണം. 0 ഒന്നും വേണ്ട, നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഔട്ട് വെച്ചിട്ടുണ്ട്. ഹെഡ് ചെയ്തേ. അയ്യേ ഹസാർഡ്. ഇനിയസ്റ്റയ്ക്ക് വെക്കാം. ഇനിയസ്റ്റ ഒന്ന് ബാക്കിൽ കളിക്കാം. ഓക്കെ, ഡബിൾ ടച്ച്. എടാ റോൾ ഓവർ, സോറി. ഓക്കെ, നൈസ് ഇന്റർസെപ്റ്റ്. ഓക്കെ, റോൾ ഓവർ കൊടുക്കാം. കേൾ. അത് കിടിലൻ ഗോളായിട്ടോ, ഒന്നും പറയാനില്ല. ഫൈറ്റ് ഡ്രിബിൾ ഇട്ടു, റോൾ ഓവർ കൊടുത്തു, വീണ്ടും ടേൺ എടുത്തു, വീണ്ടും ഡബിൾ ടച്ച്, പിന്നെ റോൾ ഓവർ ആൻഡ് കേൾ. ഗുഡ് ഇന്റർസെപ്ഷൻ ബൈ സെനിറ്റി ആൻഡ് ഇറ്റ്സ് റൈക്കാർഡ്. ഹസാർഡ്, ബാറ്റി ബോൾ ടു ഇനിയസ്റ്റ. എടാ എടുക്കറ ഇനി. ഓക്കെ, ഇനി എടുത്തിട്ട്
ഓക്കെ നൈസ് ഡ്രിബിൾ ഇനിയസ്റ്റ നൈസ് ഡ്രിബിളിങ് ഇനിയസ്റ്റ ഓക്കെ ഒന്ന് ബാക്ക് വലിക്കുക ഒന്നുകൂടെ മുന്നിലേക്ക് പോവാം ഓക്കെ അടുപ്പിച്ച് നോക്കാം ഇനിയസ്റ്റ ഓ അടുത്ത ഓക്കെ ഇനിയസ്റ്റ ഡ്രിബിൾ ചെയ്യാം നമുക്ക് ഓക്കെ നൈസ് ഡ്രിബിളിങ് മൂവ്മെന്റ് ഡ്രിബിളിങ് ഉണ്ട് കാരണം അങ്ങനെ പോയില്ല ഇനിയസ്റ്റ അടുപ്പിച്ച് നോക്കാം ഇനിയസ്റ്റ വീണ്ടും സേവ്ഡ് ബൈ ഗോൾ കീപ്പർ ബ്രോ ഗാർഡിയോൾ ആൻഡ് പുസ്കാസ് ഓക്കെ റോഹോഡ് നൈസ് ഇന്റർസെപ്ഷൻ ആൻഡ് ഇറ്റ്സ് ഇനിയസ്റ്റ റോൾ ഓവർ നൈസ് ഓൺ ഇനിയസ്റ്റ ആൻഡ്രി ഇനിയസ്റ്റ റോൾ ഓവർ ആൻഡ് ബാങ്കർ ഓ എടാ നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ ഇനിയസ്റ്റയുടെ എല്ലാവരും നല്ല സ്മൂത്ത് അറിയാലോ നിങ്ങൾക്ക് ഇതിലൊക്കെ ഒന്നുകൂടി ഫിനിഷിംഗ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി കിടക്കുന്നുണ്ട് കേട്ടോ ഓക്കെ റോഹോ കിട്ടില്ലൻ ആൻഡ് ഇനിയസ്റ്റ ഓക്കെ നൈസ് ഡ്രിബിളിങ് മൂവ്മെൻറ്റ് ഡ്രിബിളിങ് ഉണ്ട് പേടിക്കല്ല ഇനിയസ്റ്റ ഒന്ന് വിളിക്കാം ഓക്കെ നൈസ് വൺ ഇനിയസ്റ്റ ഓ എൻ്റെ പൊന്നളി എന്താ സ്മൂത്തടാ ഇനിയസ്റ്റ ഓക്കെ അടുപ്പിച്ചോക്കെ ഇനിയസ്റ്റ ഓ തുമ്പ് കൂടെ പോയടാ ഓക്കെ അറോഹോ കിട്ടു ആൻഡ് ഇറ്റ്സ് അലൻസോ ടു ഇനിയസ്റ്റ ഡ്രിബിൾ ചെയ്യാം നൈസ് വൺ ഇനിയസ്റ്റ ഗുഡ് ഡ്രിബിളിങ് ഇനിയസ്റ്റ അടുപ്പിച്ച് നോക്കാം ഇനിയസ്റ്റ എടാ കിടു എടാ നല്ല സ്മൂത്തറാ നല്ല സ്മൂത്തിൽ സെലിബ്രേഷൻ മറ്റേ ഓടിപ്പോയിട്ടുള്ള സാധനം തന്നെയാണ് റൊണാൾഡോ ആൻഡ് ഇനിയസ്റ്റ ക്രോസ് ടു ബാറ്റി ഐഷ് ഇനിയസ്റ്റ എഡ് ചെയ്ത് കൊടുത്തേ അളിയാ ഓക്കെ എടുത്തിട്ടുണ്ട് സെൽവസ്റ്റർ ടു ഇനിയസ്റ്റ ടേൺ വരാം ഓക്കെ റോൾ ഓവർ കൊടുക്കാം എടാ ഫ്ലിപ്പ് ഫ്ലാപ്പ് വന്നു എന്തായാലും ഗോളായിട്ട് എടാ റോൾ ഓവർ ഇട്ട് കേളടിക്കാൻ നോക്കിയതാ ഫ്ലിപ്പ് ഫ്ലാപ്പ് വന്നു അവിടെ ആൻഡ് ടു ഇനിയസ്റ്റ ഡ്രിബിൾ ചെയ്യാം ഇനിയസ്റ്റ നൈസ് വൺ ഓക്കെ അടുപ്പിച്ച് നോക്കാം ഇനിയസ്റ്റ എടാ ഇയാൾ ഇത് അടിക്കല് ഞാൻ ഇനിയസ്റ്റയിൽ നിന്ന് ഇങ്ങനത്തെ അടി പ്രതീക്ഷിക്കുന്നില്ല ചെങ്ങായി കിടു ഓ ഗുഡ് റിസപ്ഷൻ അലൻസോ റൊണാൾഡോ റൺ എടുക്ക് ത്രൂ ബോൾ ടു റൊണാൾഡോ ഓക്കെ ആൻഡ് ഇറ്റ്സ് ഹാബി എടാ ലാഗ് ഇനിയസ്റ്റയ്ക്ക് വെച്ചിട്ട് കേൾ കൊടുക്കാം ഇനിയസ്റ്റ കിടു അത് ടോപ്പ് ഗോളായി ലാഗ് വന്നിട്ട് ഇടയിൽ വെച്ചിട്ട് പക്ഷേ നമ്മുടെ ഗോളിനുള്ള വഴി ബ്ലോക്ക് ആയില്ല അത് പാസ് ടു ഇനിയസ്റ്റ ടേൺ വരാം ഓക്കെ ഒന്നുകൂടെ ടേൺ നൈസ് വൺ ഇനിയസ്റ്റ എടാ ഓക്കെ അസാഡ് ഇനിയസ്റ്റ ഓക്കെ റോൾ ഓവർ അടുപ്പിച്ച് നോക്കാം ഇനിയസ്റ്റ വീണ്ടും ഗോളി സേവ് പെലെ അളിയ സൺ ഓക്കെ റോഹ് കുറേ ഇന്റർസെപ്ഷൻ ഉണ്ട് കേട്ടോ കിട്ടില്ലൻ ഇനിയസ്റ്റയുടെ കിടിലൻ ട്രിപ്പിൾ ഇനിയസ്റ്റ എങ്ങോട്ടായി പോണ ഇനിയസ്റ്റ എടാ ബാക്ക് നിന്ന് വിളിച്ച പോലെ ഉണ്ടാകുന്നടാ ഓക്കെ റോൾ ഓവർ അടുപ്പിച്ച് നോക്കാം ഇനിയസ്റ്റ നല്ല അടിയടാ പോസ്റ്റും അടിച്ചു പോയടാ അത് ജെറാഡ് ആൻഡ് റോഹോ ഗുഡ് വൺ ആൻഡ് ഇറ്റ്സ് സെൽവസ്റ്റർ ടു ഇനിയസ്റ്റ ടേൺ വരാം ഓക്കെ നൈസ് വൺ ഇനിയസ്റ്റ റോൾ ഓവർ നൈസ് വൺ ഇനിയസ്റ്റ ആൻഡ്രോ ഇനിയസ്റ്റ റോൾ ഓവർ അടുപ്പിച്ച് നോക്കാം ഇനിയസ്റ്റ എടാ 2 വട്ടം പോസ്റ്റ് മലിക്കീരോ ഓക്കെ നമ്മളെടുത്തിട്ട് അസാഡ് ആൻഡ് ത്രൂ ബോൾ ടു ഇനിയസ്റ്റ റോൾ ഓവർ നൈസ് ഓൺ ഇനിയസ്റ്റ റോൾ ഓവർ നൈസ് ഇനിയസ്റ്റ റോൾ ഓവർ അടുപ്പിച്ച് നോക്കാം ഇനിയസ്റ്റ വീണ്ടും ജസ്റ്റ് മിസ്സിനാടാ പോണത് കിട്ടില്ല ഷോട്ടുകൾ മോനെ അപ്പോൾ ഗൈസ് നമ്മുടെ ഇനിയസ്റ്റനെ വെച്ചിട്ട് കുറച്ച് കളിയൊക്കെ കളിപ്പിച്ചിട്ടോ ആളെ ഏകദേശം 12 കളിയിൽ നിന്ന് 8 ഗോളും 4 അസിസ്റ്റാണ് അടിച്ചിരിക്കുന്നത് നല്ല പെർഫോമൻസ് ആണ് അത് ഡ്രിബിളിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആ മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പ്ലസ് ഫിനോൽ ഫിനിഷിംഗ് ആണല്ലോ അപ്പോൾ ഫിനിഷിംഗ് ടോപ്പ് തന്നെ ഉണ്ട് ഫിനോൽ ഫിനിഷിംഗ് പോലത്തെ സാധനങ്ങളൊന്നും വന്നില്ലെങ്കിലും നല്ല ഫിനിഷിംഗ് വന്നായിരുന്നു പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം ഡ്രിബിളിങ് നല്ല സ്മൂത്താട്ടോ റണ്ണൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല അമ്മാതിരി റണ്ണ പോകുന്നത് പിന്നെ പുതിയ കാർഡ് ആയതുകൊണ്ടുള്ള ഒരു പവർ കാണിക്കുന്നുണ്ട് അത് എല്ലാ കാർഡ്സിനും പുതിയതായിട്ട് വരുമ്പോൾ അങ്ങനെ കാണിക്കുമല്ലോ ആ പവർ ഇതിലും കാണിക്കുന്നുണ്ട് നമ്മളൊരു മിഡ്ഫീൽഡ് ചോയ്സ് ആയിട്ട് എടുക്കണമെന്ന് വെച്ച് തന്നെ എടുക്കേണ്ട പറയുള്ളൂ പക്ക ഒരു വിങ്ങർ നിങ്ങൾക്കൊരു AMF യൂസ് ചെയ്യാൻ ബെസ്റ്റ് കാർഡാണ് ഞാൻ പറയുള്ളൂ എനിക്കൊരു നല്ല AMF വേണം ഹോൾ പ്ലെയർ കാർഡ് വേണം മസ്റ്റായിട്ട് സൈൻ ചെയ്യേണ്ട സാധനമാണ് ഇനിയസ്റ്റ ഒന്നും പറയില്ല കിടിലൻ അതിൽ നോക്കുമ്പോൾ കിടില്ല പിന്നെ ആളുടെ യഥാർത്ഥ പൊസിഷനാണ് ഇതിൽ വന്നിക്കണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് മിഡ്ഫീൽഡാണല്ലോ സോ അതിലിട്ട് കളിപ്പിക്കാൻ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കളിപ്പിക്കുകയാണെങ്കിൽ AMF കളിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു നല്ലൊരു കാർഡ് വേണമെങ്കിൽ എന്തായാലും പോയിക്കോ വെറുത്താണ് സ്പെയിൻ്റെ ഈ പാക്ക് അധികം പേര് കറക്കണതൊന്നും പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ കണ്ടിട്ടില്ല അധികം പേര് ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ടായിരുന്നു കറക്കാൻ ആക്കിയാലും താല്പര്യം ചോദിച്ചപ്പോഴും ആർക്കും അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്കറിയില്ല മെയിനായിട്ട് ഇനിയസ്റ്റയുടെ മുമ്പത്തൊന്ന് കാർഡൊക്കെ എക്സ്പീരിയൻസ് ഇപ്പോൾ വലിയ സുഖം കിട്ടിയിട്ടുണ്ടാവില്ല ആൾക്കാർക്ക് അതായിരിക്കും മെയിനായിട്ട്
പിന്നെ പിക്കും ഡേവിഡ് വില്യം വന്നിട്ടുണ്ട്. ഡേവിഡ് വില്യം ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുള്ളതാണ്. പിക്ക് രണ്ടാമത്തെ തോന്നുന്നില്ലേ, മൂന്നാമത്തെ വട്ടം വരുന്നത്. പിക്കയുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടഞ്ഞാട്ടോ, അത് നല്ല കടഞ്ഞാണ്. എന്തായാലും ഇനിയസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല. എംഎഫിൽ നല്ലൊരു കാർഡ് വേണമെങ്കിൽ എന്തായാലും പോകേണ്ട ഒരു കടഞ്ഞാണ്. കുഴപ്പമില്ല, അത്രേ പറയുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ റിവ്യൂ പറയുമ്പോൾ 10 8 റേറ്റിംഗ് ഒക്കെ. എംഎഫ് ആണെങ്കിൽ ഒരു 8 കൊടുക്കാം. മാതിരി ഒരു കളി കളിക്കുന്നുണ്ട്. എന്തായാലും റിവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിരിക്കും ബൈ.